അപ്പോൾ മക്കളെ ദാ പിടിച്ചോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നോ ആർ ലാൻഡ് നാട് അറിയാം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം എനി 2 സോയിൽ കൺസർവേഷൻ മെഷേഴ്സ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് മാത്രം മക്കൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. മണ്ണ് സംരക്ഷണത്തിന് 3 മാർഗങ്ങൾ പറഞ്ഞു തരും എന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? നമുക്ക് നമ്മളെ സോയിൽ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നാമത്തത് നമുക്ക് ഓവർ ഗ്രേസിംഗ് തടയാം അല്ലെ, അമിതമായി മൃഗങ്ങളെ ഒരിടത്ത് മേയ്ക്കുന്നത് ഒഴിവാക്കുക. ഓക്കെ, അതായത് ഒരു സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യുക, ഈ കന്നുകാലികളെ പുല്ല് മേയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാതെ പല സ്ഥലത്തുമായിട്ട് കൊണ്ടുപോവുക. ഒരു സ്ഥലത്ത് തന്നെ ആവുമ്പോൾ ആ ഒരു മണ്ണിന്റെ മൂല്യം അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചൂടെ? യെസ്. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് മരങ്ങൾ നടൽ, അഫോറസ്റ്റേഷൻ എന്ന് നമുക്ക് പറയാം. ഡിഫോറസ്റ്റേഷൻ അല്ല കേട്ടോ, അഫോറസ്റ്റേഷൻ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ഇനി ഇതിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിന് ശേഷം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, റെഡി? ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഉറപ്പായിട്ടും 100% ഞാൻ ഉറപ്പ് തരികയാണ്, ഈ ചാപ്റ്ററിൽ നിന്ന് ഇത് ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് കാണാം. Write down 3 physiographic features of Kerala along with their altitude from sea level. കേരളത്തിന്റെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും എഴുതുക എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് നമ്മളുടെ 3 ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്നത്? 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ പറയുന്നത് ഏതായിരുന്നു? യെസ്, 3 എണ്ണം ഉണ്ട്. ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ഏരിയ. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശമാണല്ലേ ഉള്ളത്. ഇത് ബേസ് ചെയ്തിട്ട് ഞാൻ 100% ഉറപ്പ് തരികയാണ്, ഒരു ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഹൈലാൻഡ്, മലനാട് എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം അങ്ങനെ ചിലപ്പോൾ നമ്മളോട് ചോദ്യം ചോദിക്കും. ഓക്കെ, ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? 75 meters above sea level അല്ലെ. സീ ലെവലിൽ നിന്ന് 75 meters above ആയിട്ടാണ് ആരുള്ളത്? നമ്മുടെ ഹൈലാൻഡ്, മലനാടുള്ളത്. ഇനി ഇടനാട്, മിഡ്ലാൻഡോ? ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ഏരിയ റേഞ്ചസ് ഫ്രം 7.5 meter to 75 meters അല്ലെ. ഈ പ്രദേശത്തിന്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 7.5 meter മുതൽ 75 meter വരെയാണ്. ഓക്കെ, ഇവിടെ 7.5 meter. ഇതിന്റെ ഇടയിലായിട്ടുള്ളതാണ് നമ്മളുടെ ഇടനാട് അല്ലെങ്കിൽ മിഡ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി അവസാനം നമുക്കൊരു റീജിയൻ കൂടി ഉണ്ട്, തീരപ്രദേശം, കോസ്റ്റൽ ഏരിയ, ബീച്ചിന്റെ ഒക്കെ അടുത്തുള്ള. ദിസ് ഏരിയ ഹാസ് an altitude of 7.5 meters above sea level. ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 7.5 meter വരെ ഉയരത്തിലാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ, ഏതൊക്കെയാണ്? താഴെ നമുക്ക് കോസ്റ്റൽ ഏരിയ അല്ലെങ്കിൽ ലോലാൻഡ് ഉണ്ട്, മിഡിൽ നമുക്ക് മിഡ്ലാൻഡ് അല്ലെങ്കിൽ ഇടനാടുണ്ട്, മലനാട് അല്ലെങ്കിൽ ഹൈലാൻഡ് ആണ് ഏറ്റവും ടോപ്പിൽ 75 മീറ്റേഴ്സിന് എബവ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പോയിന്റ് ഒക്കെ ഒന്ന് തെറ്റിയാൽ കാര്യം കയ്യിൽ നിന്ന് പോയിട്ടോ. 75 meters എബവ് സീ ലെവൽ ഉള്ളത് ഹൈലാൻഡ്, മലനാടാണ്. 7.5 മീറ്റേഴ്സിന്റെയും 75 മീറ്റേഴ്സിന്റെയും ഇടയിലുള്ളത് മിഡ്ലാൻഡ്, ഇടനാടാണ്. 7.5 meters വരെ സീ ലെവലിൽ നിന്നുള്ള കോസ്റ്റൽ ഏരിയ, തീരപ്രദേശമാണ്. സോ ഇതായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുന്ന വളരെ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഐഷ മിസ് മോർ എന്ന് കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, 2 സോയിൽ കൺസർവേഷൻ മെഷേഴ്സ് ഇല്ലേ. അപ്പം ഇതിന് പുറമെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൺസർവേഷൻ മെഷർ അറിയെങ്കിൽ താഴെ അതുകൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ലൈക്കും ചെയ്യുക. ബൈ.